സോണി അൽപ്പനയെ മതിലിൽ ഇടിച്ച് താഴെയിട്ട് കഴിഞ്ഞ് ഒരു ബോധം പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ചെയ്തത് ഇയാളുടെ ഭാര്യയെ അൽപ്പനയെ പൊക്കിയെടുത്തിട്ട് അബോധാവസ്ഥയിലാണല്ലോ അവർ മതിലിൽ തലയിടിപ്പിച്ചു. അതിനുശേഷം കഴുത്ത് ഞെരിച്ചു. അങ്ങനെ മതിലിൽ തലയിടിപ്പിച്ചു, പേടിയാവുന്നോ? മതിലിൽ തലയിടിപ്പിച്ചും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇയാൾ ചെയ്തത് അവിടെ തന്നെ ഈ നേരത്തെ തന്നെ മണ്ണെടുത്ത് നിരപ്പാക്കിയൊരു സ്ഥലമുണ്ട്. അവിടെ 2 അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ഈ അൽപ്പനയുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടിട്ട് ഇയാൾ വന്ന സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞത് അൽപ്പന ആരോടോ ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുഹൃത്തുക്കൾ തിരക്കുന്നുണ്ട്, അൽപ്പന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ഭാര്യ ഓടിപ്പോയി. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോലീസിൽ പരാതി കൊടുക്കാം. അപ്പം ശില്പ നേരത്തെ പറഞ്ഞത് 17-ാം തീയതി പരാതിയുമായി എത്തും. 14-ാം തീയതി സോണി ഈ കൃത്യം നടത്തിയിട്ട് സോണി ഭാര്യ വേറെ ആരോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ നിർബന്ധിച്ചു. അങ്ങനെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇയാൾ മനസ്സില്ലാ മനസ്സോടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത്.